ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. വചനം, തിരുവചനം ശ്രവിക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. നന്മസ്വരൂപനായ ദൈവമേ, പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. ഈ വചനം, തിരുവചനം സാഗൂതം ശ്രവിക്കുന്ന ശാലോം TV പ്രേക്ഷകരെയും ശാലോം TV ആരംഭിച്ച അന്ന് തുടങ്ങി ഇന്നുവരെ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ള എല്ലാ ഉപകാരികളെയും ഗുണകാംക്ഷികളെയും ഇന്ന് ഈ വചനം, തിരുവചനം ശ്രവിക്കുവാൻ പോകുന്ന ശ്രോതാക്കളെയും ഈ വചനം പങ്കുവയ്ക്കുന്ന ഈ വൈദികനെയും ആശീർവദിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമാവുന്ന സർവേശ്വര എന്നേക്കും ആമേൻ. ഈശോയിൽ എത്രയും വാത്സല്യമുള്ള ശാലോം TV പ്രേക്ഷകരെ, ആദ്യമായി തന്നെ ഈ സുദിനത്തിൻ്റെ എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു. ഇന്ന് ജന്മദിനം ഓർക്കുന്നവരെയും വിവാഹ വാർഷികം അനുസ്മരിക്കുന്നവരെയും പൗരോഹിത്യത്തിൻ്റെയും സന്യാസത്തിൻ്റെയും കുടുംബജീവിതത്തിൻ്റെയും ജൂബിലിയും ആനിവേഴ്സറിയും അനുസ്മരിക്കുന്നവരെയും പ്രത്യേകം അഭിനന്ദിക്കുന്നു. ഒരു വചനമാണ് നമ്മൾ ഇന്ന് ധ്യാനിക്കുവാൻ പോകുന്നത്. ഈശോയോട് അടയാളം ചോദിച്ചപ്പോൾ ഈശോ പറഞ്ഞു, യോനായുടെ അടയാളമല്ലാതെ മറ്റൊരടയാളവും നിങ്ങൾക്ക് നൽകുകയില്ല. അതുകൊണ്ട് ഇന്നത്തെ വചനം, തിരുവചനത്തിൻ്റെ ഉള്ളടക്കം ഇതാണ്. സുപരിചിതമാണ് യോനായുടെ കഥ, എന്നാൽ അപരിചിതമാണ് എന്നിലെ യോനായുടെ അവസ്ഥ. ഒന്നുകൂടി ആവർത്തിച്ചോട്ടെ. സുപരിചിതമാണ് യോനായുടെ കഥ, എന്നാൽ അപരിചിതമാണ് എന്നിലെ യോനായുടെ അവസ്ഥ. ആരായിരുന്നു യോന? യോന ഒരു ചെറിയ പ്രവാചകനാണ്. ബൈബിൾ പറയുന്ന അമീത്തായിയുടെ പുത്രനാണ്. ഈ അമീത്തായിയുടെ പുത്രനായ യോനായോട് ദൈവം അരുൾ ചെയ്തു. യോനായ്ക്കൊരു അരുളപ്പാടുണ്ടായി. നിനീവയിൽ ചെന്ന് വചനം പ്രഘോഷിക്കണം, അവരെ പാപത്തിൽ നിന്നും പിന്തിരിപ്പിക്കണം. യോനായ്ക്ക് കുട്ടികളുടെ സ്വഭാവമാണ്. നമ്മളൊക്കെ ചെറുപ്പത്തിൽ വീട്ടിലായിരിക്കുമ്പോൾ ചേട്ടൻ തല്ലിയാൽ, ആരെങ്കിലും തല്ലിയാൽ അവനെ തിരിച്ചു തല്ലണം, അവന് തക്കതായ ശിക്ഷ കൊടുക്കണം. യോനായും അതുതന്നെയാണ്. നിനീവേക്കാരെ ശിക്ഷിക്കണം എന്നതേ യോനായുടെ മനസ്സിലുള്ളൂ. ദൈവം തീർച്ചയായിട്ടും വചനം പറഞ്ഞു കഴിയുമ്പോൾ അവരെ മാനസാന്തരപ്പെട്ട് ശിക്ഷിക്കില്ല. അതുകൊണ്ട് തന്നെ യോന എന്ത് ചെയ്തു? നിനീവയിലേക്ക് പോവാതെ ദൈവത്തിൽ നിന്നും മറഞ്ഞിരിക്കാമെന്ന് യോന കരുതി. നമുക്ക് ആർക്കെങ്കിലും ദൈവത്തിൽ നിന്നും മറഞ്ഞിരിക്കാൻ, ഒളിച്ചിരിക്കാൻ പറ്റുമോ? പറ്റില്ല എന്ന് ഉൽപ്പത്തി പുസ്തകം പഠിപ്പിക്കുന്നുണ്ട്. വിലക്കപ്പെട്ട പഴം തിന്ന ആദവും ഹവ്വായും ഒളിച്ചിരുന്നു. പാപം ഒരു ഒളിപ്പിക്കലാണ്. ദൈവം ചോദിച്ചു, ആദം നീ എവിടെയാണ്? എന്ന് വച്ചാൽ നമുക്ക് ദൈവത്തിൽ നിന്നും മറഞ്ഞിരിക്കാൻ, ഒളിച്ചിരിക്കാൻ, ഒളിഞ്ഞിരിക്കാൻ പറ്റില്ല. 139 സങ്കീർത്തനം. നിന്റെ കിടപ്പും നടപ്പും എല്ലാം ഞാൻ അറിയുന്നു, നീ ചിന്തിക്കുന്നത് പോലും ഞാൻ അറിയുന്നു. ഒരു വാക്ക് നാവിൽ ഉരുവാകുന്നതിന് മുൻപ് തന്നെ ഞാൻ അറിയുന്നു. പാതാളത്തിൽ പോയി ഒളിച്ചാലും, പർവ്വതത്തിൽ പോയി ഒളിച്ചാലും, ഇരുട്ട് വന്ന് മൂടട്ടെ എന്ന് പറഞ്ഞാലും ഇരുട്ട് പോലും ഒരിക്കലും ഇരുട്ടാകുകയില്ല. യോനായ്ക്ക് തെറ്റുപറ്റി. പക്ഷേ യോന ആള് സത്യസന്ധനാണ് കേട്ടോ. സാധാരണ ഒളിച്ചോടിപ്പോകുന്ന ആൾക്കാർ എന്താ ചെയ്യുക? കള്ളവണ്ടി കയറും. വചനം പറയുന്നു, യോന ജോപ്പായിലെത്തി ടിക്കറ്റ് എടുത്ത് താർഷീസിലേക്ക് പോയി. ആള് വളരെ നീറ്റാ. കള്ളവണ്ടി കയറുന്ന ആൾക്കാർ, അല്ല ഒളിച്ചോടി പോകുന്ന ആൾക്കാർ കള്ളവണ്ടി കയറും. പക്ഷെ യോന ഒളിച്ചോടുമ്പോഴും സത്യസന്ധനാണ്. യോന ജോപ്പായിലെത്തി, ടിക്കറ്റ് എടുത്ത് താർഷീസിലേക്ക് യാത്രയായി. ഇനിയാണ് നമ്മൾ ധ്യാനിക്കേണ്ടത്. ദൈവത്തിൻ്റെ വിളി വിട്ട് ദൈവത്തിൻ്റെ വിളിയിൽ നിന്ന് വ്യതിചലിച്ചാൽ ദുരന്തങ്ങളുണ്ടാകും. യോന കയറിയ കപ്പലോടുന്ന കടലിലേക്ക് ദൈവം വലിയൊരു കൊടുങ്കാറ്റയച്ചു. എന്നെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ശാലോം TV പ്രേക്ഷകരെ, ശ്രോതാക്കളെ, കപ്പലെന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ ന്യൂ ജെൻ മനസ്സിലാക്കുന്നത് ടൈറ്റാനിക് കപ്പലാണ്. ടൈറ്റാനിക് കപ്പലല്ല കേട്ടോ. യോനായുടെ വചനം നമ്മൾ ധ്യാനിക്കുമ്പോൾ ടൈറ്റാനിക് കപ്പൽ ഭാവനയിൽ ഉണ്ടാവരുത്. വാസ്കോഡി ഗാമ വന്ന പാക്കപ്പലായിരിക്കണം മനസ്സിലുണ്ടാവേണ്ടത്. അതേ പാക്കപ്പൽ ഓടുന്ന കടലിലേക്ക് ദൈവം വലിയൊരു കൊടുങ്കാറ്റയച്ചു. ഈ കപ്പൽ തകിടം മറിയുകയാണ്. അപ്പോൾ അതിലുള്ള വ്യക്തികൾ എന്ത് ചെയ്തു? അതിൽ ഏറെ വിജാതീയരാണുള്ളത്.
അവർ താങ്കളുടെ ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിച്ചു. ഒട്ടേറെ പ്രാർത്ഥിച്ചിട്ടും കൊടുങ്കാറ്റ് ശമിക്കുന്നില്ല, തിരമാല താഴുന്നില്ല. പെട്ടെന്ന് ഭാരമുള്ളതെല്ലാം എടുത്തു വലിച്ചെറിയാൻ തുടങ്ങി. എന്നിട്ടും രക്ഷയില്ല. അപ്പോൾ കപ്പിത്താൻ ചുറ്റുവട്ടം നോക്കി, അടിത്തട്ടിൽ വന്ന് നോക്കി. ഈ കടൽക്ഷോഭത്തിൽ കപ്പലിൻ്റെ അടിത്തട്ട് ഇളകിയോ എന്ന് നോക്കുവാൻ ചെന്നപ്പോൾ കണ്ട കാഴ്ച, ഒന്നും അറിയാത്തവനെ പോലെ നമ്മുടെ കഥാപാത്രം യോന കിടന്നുറങ്ങുകയാണ്. ഈ ഉറക്കത്തിന് ബൈബിളിൽ രണ്ടർത്ഥമുണ്ട്. ഉറക്കം പോസിറ്റീവാണ്. യാക്കോബ് ഏസാവിൽ നിന്നും ഒളിച്ചോടിപ്പോയി ലൂസ എന്ന സ്ഥലത്ത് ഉറങ്ങുകയാണ്. ഉറങ്ങുമ്പോൾ ആൾക്ക് ദർശനമാണ്. അവൻ്റെ കാൽപാദം തുടങ്ങി ആകാശം വരെ ഉയർന്നു നിൽക്കുന്ന കോവണി, മാലാഖമാർ കയറുകയും താഴുകയും ചെയ്യുന്നു. അതിൻ്റെ ഉച്ചിയിൽ നിന്നും ദൈവം പറഞ്ഞു, ഭയപ്പെടേണ്ട, ഞാൻ നിൻ്റെ കൂടെയുണ്ട്. ബാക്കി പത്രം നിങ്ങൾക്കറിയാം. ദൈവം വാഗ്ദാനം ചെയ്തു, നിന്റെ സന്തതികളെ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും കടൽ തീരത്തെ മണൽത്തരി പോലെയും ഞാൻ പെരുകി വർദ്ധിപ്പിക്കും. ഇത് പറഞ്ഞ ദൈവം പറഞ്ഞു, ഇത് പൂർത്തിയാകുന്നവരെ ഞാൻ നിൻ്റെ കൂടെ ഉണ്ടാകും. അപ്പോൾ ഉറങ്ങിയ യാക്കോബ് ഉണർവോടെ എഴുന്നേറ്റ് തലയിണയായി വെച്ച കല്ല് കുത്തിവെച്ച് ഓയിലൊഴിച്ച് എണ്ണയൊഴിച്ച് ബഥേൽ, ദൈവത്തിൻ്റെ ഭവനം എന്ന് പേരിട്ടു. പുതിയ നിയമത്തിൽ ഉറങ്ങിയൊരു വ്യക്തി ആരാണ്? യൗസേപ്പ് പിതാവ്. യൗസേപ്പ് പിതാവിന് പ്രശ്നം വന്നു. മാതാവിനെ വിവാഹം ചെയ്യപ്പെട്ടിരിക്കുന്ന, താനുമായി വിവാഹം ചെയ്തിരിക്കുന്ന മറിയം ഗർഭിണിയാണെന്നറിഞ്ഞപ്പോൾ സ്വീകരിക്കണോ, കല്ലെറിയണോ, ഉപേക്ഷിക്കണോ? ഓപ്ഷനാണ്. സൊല്യൂഷൻ കണ്ടെത്തിയത് എപ്പോഴാണ്? പ്രാർത്ഥിച്ചു ഉറങ്ങിയപ്പോൾ ദർശനമുണ്ടായി. ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരെ, ഉറക്കം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അതൊരു പ്രാർത്ഥനയാണ്. ദൈവത്തിലെല്ലാം സമർപ്പിച്ചുകൊണ്ടുള്ള ഒരു പ്രാർത്ഥനയാണ് ഉറക്കം. മറിച്ച് ഉറക്കത്തിന് വേറെ അർത്ഥമുണ്ട്. നന്മയുടെ നേരെയുള്ള കണ്ണടക്കമാണ്, നിസ്സംഗതയാണ്, ലാക്ക് ഓഫ് റെസ്പോൺസിബിലിറ്റിയാണ്. നോഹ എന്ത് ചെയ്തു? മദ്യമടിച്ച് വീഞ്ഞു കുടിച്ച് ഉന്മത്തനായി അദ്ദേഹം ഉതപ്പ് നൽകി. സാംസൺ എന്ത് ചെയ്തു? സാംസൺ അവൻ്റെ ശക്തി ചോർന്നു പോകാൻ കാരണം എന്താണ്? അവനും ഉറങ്ങി, നാസീർ വ്രതം തെറ്റിച്ചു, സ്ത്രീയുടെ മടിയിൽ കിടന്നുറങ്ങി. നോഹ ഉറങ്ങി, പത്രോസ് ഉറങ്ങി, കർഷകൻ ഉറങ്ങി. ഈ ഉറങ്ങിയ വ്യക്തികൾക്കൊക്കെ ദുരന്തമാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ കപ്പിത്താൻ വന്ന് തട്ടി ഉണർത്തി. എന്നിട്ട് പറഞ്ഞു, നീയും പ്രാർത്ഥിക്ക്. യോനായും പ്രാർത്ഥിച്ചു, പക്ഷെ നിഷ്ഫലമായി പോയി. കാരണം യേശയ്യായുടെ പുസ്തകം 1-ാം അധ്യായം 14 തുടങ്ങി വായിച്ചാൽ, കരമുയർത്തുമ്പോൾ, സ്വരമുയർത്തുമ്പോൾ മുഖം തിരിക്കുന്ന ദൈവം, നീ അനീതി പ്രവർത്തിച്ചു, നന്മയിൽ നിന്നും അകന്നുപോയി, വിളിയിൽ നിന്നും അകന്നുപോയി. അപ്പോൾ യോനായുടെ പ്രാർത്ഥന ശ്രവിച്ചില്ല, കാരണം അവൻ ദൈവത്തിൽ നിന്നും അകന്നു പോവുകയാണ്. അപ്പോൾ ആ കപ്പലിലുള്ള ആൾക്കാർ വിജാതീയരാണ്. അവർക്ക് ഒരു അന്ധവിശ്വാസമുണ്ട്, അത് അവരുടെ വിശ്വാസം തന്നെയാണ്. ഈ കപ്പലിൽ ആരോ കയറി പറ്റിയിട്ടുണ്ട്. എത്ര വട്ടം നമ്മൾ യാത്ര ചെയ്തിട്ടുള്ളതാണ്, ഇതുപോലൊരു കടൽക്ഷോഭം ഉണ്ടായിട്ടുണ്ടോ? അതുകൊണ്ട് ഈ കപ്പലിൽ ഒരു കള്ളൻ കയറിയിട്ടുണ്ട്. അതുകൊണ്ട് അവൻ ആരാണെന്ന്, ദൈവത്തിന് നിരക്കാത്ത ആരോ കയറിയിട്ടുണ്ട്, ആരാണെന്ന് തിരിച്ചറിയണം. നമുക്ക് ഞറുക്കിടാം. അപ്പം ലക്കിടിപ്പ് ആരംഭിച്ചത് എവിടെയാ? കേരള ഭാഗ്യമാല ആരംഭിച്ചത് കേരളത്തിലല്ല, യോനായുടെ കപ്പലിലാണ് ലോക ചരിത്രത്തിൽ ആദ്യമായിട്ട് ഞറുക്കിട്ടത്. ഞറുക്ക് വീണു. ലോക ചരിത്രത്തിലെ ആദ്യത്തെ ഭാഗ്യവാനാരാണ്? യോന തന്നെയാണ്. യോനായുടെ പേര് വീണപ്പോൾ എല്ലാവരും വന്ന് ചോദിച്ചു, നീ ആരാണ്? നീ എവിടെ നിന്ന് വരുന്നു? എന്താണ് നിന്റെ ജോലി? എന്താണ് നിന്റെ പുറപ്പാട്? ഇങ്ങനെ ചോദ്യങ്ങളുടെ ചോദ്യങ്ങളുടെ ഒരു ഉപ്പേരി പോലെ ചോദ്യങ്ങൾ വരികയാണ്. അപ്പോൾ അവൻ സത്യം പറഞ്ഞു, ഞാൻ ഹെബ്രായനാണ്, ഏകദൈവ വിശ്വാസിയാണ്, ആകാശവും ഭൂമിയും ആഴിയും എല്ലാം സൃഷ്ടിച്ച ദൈവത്തിൽ വിശ്വസിക്കുന്നവനാണ്, ഞാനൊരു പ്രവാചകനാണ്, ഞാൻ ഒളിച്ചോടിപ്പോവുകയാണ്, ഞാൻ നിമിത്തമാണ് ഈ പ്രശ്നങ്ങൾ, ഈ കടൽക്ഷോഭമുണ്ടായത്, അതുകൊണ്ട് നിങ്ങൾ രക്ഷപ്പെടണോ, എന്നെ എടുത്ത് കടലിലേക്ക് എറിയുക. അവരാദ്യം എറിയുന്നില്ല, അവർ ഭയപ്പെട്ടുപോയി. ഇവൻ ഹെബ്രായനാണ്, ഏകദൈവ വിശ്വാസിയാണ്. അതുകൊണ്ട് അവർ തുഴയാൻ തുടങ്ങി. തുഴഞ്ഞു കുഴഞ്ഞപ്പോൾ അവരുടെ പ്രാർത്ഥന ശ്രദ്ധേയമാണ്. ദൈവമേ, ഈ യുവാവിനെടുത്ത് കടലിലേക്ക് എറിയുമ്പോൾ ഞങ്ങളിൽ കോപവും ശാപവും ഉണ്ടാവല്ലേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് യോനായെ കടലിലേക്ക് എറിഞ്ഞു. യോനായെ ദൈവം ശിക്ഷിക്കുന്നില്ല. ദൈവം ഒരുക്കി, വലിയൊരു തിമിംഗലത്തെ ഒരുക്കി.
ആ തിമിംഗലം യോനായെ വിഴുങ്ങി. ഇപ്പോൾ യോനായ എവിടെയാണ്? തിമിംഗലത്തിൻ്റെ ഉള്ളിലാണ്, വെന്റിലേറ്ററിലാണ്, ഇൻറ്റൻസീവ് കെയർ യൂണിറ്റിലാണ്. യോനായ ഇപ്പോൾ ഒരു പരുവമായിട്ടുണ്ട്. യോനായെ ദൈവം ട്രീറ്റ് ചെയ്യുകയാണ്. 3 ദിവസത്തെ ട്രീറ്റ്മെൻറ്റാണ്, ഒരു സോൾട്ട് തെറപ്പി എന്ന് വേണമെങ്കിൽ പറയാം. യോനായെ വിഴുങ്ങിയപ്പോൾ തീർച്ചയായിട്ടും എന്തെങ്കിലുമൊക്കെ അവന് സംഭവിച്ചിട്ടുണ്ട്. ഇപ്പോൾ യോന തിമിംഗലത്തിൻ്റെ ഉള്ളിലാണ്. അവിടെ 3 ദിവസമായി അവനെ തമ്പുരാൻ മെരുക്കിയെടുക്കുകയാണ്. 4-ാം ദിവസം ഡിസ്ചാർജ് ചെയ്തു വാർഡിലേക്ക്. എവിടെ? നിനീവെ കടൽ തീരത്തേക്ക്. അവിടെ ചെന്നപ്പോൾ പറഞ്ഞു പോയി ചാർജ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ നമ്മുടെ യോന പോയി നിനീവയിലുള്ള എല്ലാ മക്കളോടും സംസാരിച്ചു, പ്രഘോഷിച്ചു മാനസാന്തരത്തിൻ്റെ വചനം. ഫലമോ? രാജാക്കന്മാര്, അവിടെയുള്ള പ്രജകള്, മനുഷ്യര്, മൃഗങ്ങൾ എല്ലാവരും ചാക്കുവസ്ത്രം പൂശി ചാരം പൂശി ഉപവസിച്ചു. യോനായുടെ കഥ തീർന്നു, നമ്മുടെ കഥ ബാക്കി. ഇനിയാണ് ആപ്ലിക്കേഷൻ. ജീവിതം ഒരു കപ്പലാണ്, ജീവിതം ഒരു തോണിയാണ്, മനസ്സ് സമുദ്രമാണ്, അക്കരെ സ്വർഗരാജ്യമാണ്. നമുക്ക് ചോദിക്കാം, എൻ്റെ ജീവിതമാകുന്ന കപ്പൽ, എൻ്റെ കുടുംബമാകുന്ന കപ്പൽ അപകടത്തിലാണോ? എൻ്റെ മനസ്സ് ശാന്തപ്രശാന്തമാണോ? അതെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ശാന്തപ്രശാന്തമാകും. കടൽ പോലെയാണ് നമ്മുടെയൊക്കെ ജീവിതവും മനസ്സും. ചിലപ്പോൾ ശാന്തപ്രശാന്തമാകും, ചിലപ്പോൾ ഇളകിവശാകും, ചിലപ്പോൾ ഞാൻ വേദനിക്കുമ്പോൾ ഇടിവെട്ടും മഴയും ഉണ്ടാകും. ഇതൊക്കെ പ്രകൃതിയിൽ പ്രതിഫലിക്കുന്ന എൻ്റെ മാനസികാവസ്ഥയാണ്. അക്കരെ എന്ന് പറയുന്നത് സ്വർഗരാജ്യമാണ്. നമ്മളൊക്കെ ജീവിതമാകുന്ന തോണി തുഴഞ്ഞ് സ്വർഗരാജ്യത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പോകുമ്പോൾ നമുക്ക് ഈ ചോദ്യം ചോദിക്കാം, എൻ്റെ ജീവിതമാകുന്ന കപ്പൽ അപകടത്തിലാണോ? അപകടത്തിലാണെങ്കിൽ എന്ത് ചെയ്യണം? സൊല്യൂഷനാണ്. 1, താങ്കളുടെ ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിച്ചു. അപ്പോൾ നമ്മുടെ ജീവിതമാകുന്ന കുടുംബമാകുന്ന കപ്പൽ അപകടത്തിലാണെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ ദൈവത്തെ വിളിച്ചപേക്ഷിക്കണം. അതിനാണ് വിശുദ്ധ കുർബാന. ഓരോ ദിവസവും ഒരാളെങ്കിലും വിശുദ്ധ ദേവാലയത്തിൽ പോയി ദൈവത്തെ വിളിച്ചപേക്ഷിക്കണം, ബലിയർപ്പിച്ച് പ്രാർത്ഥിക്കണം. 2, കുടുംബ പ്രാർത്ഥന. ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന കുടുംബം ഒരുമിച്ച് നിലനിൽക്കും. ദ ഫാമിലി ദാറ്റ് പ്രേസ് ടുഗെദർ സ്റ്റേസ് ടുഗെദർ. ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന കുടുംബം ഒരുമിച്ച് നിലനിൽക്കും. ഈ ദിവസങ്ങളിൽ ഞങ്ങളുടെ ആശ്രമത്തിൽ 40 മണിക്കൂർ ആരാധന നടക്കുകയായിരുന്നു. 82ാമത്തെ 40 മണിക്കൂർ ആരാധനയാണ്. ഇതിനുവേണ്ടി ഞങ്ങൾ ചില വീടുകളൊക്കെ കയറിയിറങ്ങും. എനിക്കുണ്ടായ 2-3 അനുഭവം വളരെ ശ്രദ്ധേയമാണ്. കൊച്ചിയിൽ അറിയപ്പെടുന്ന ഒരു കോടീശ്വരൻ തന്നെയാണ്. ഞങ്ങൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ നിൽക്കുന്ന കാവൽക്കാരൻ പറഞ്ഞു, മുതലാളി പ്രാർത്ഥിക്കുകയാണ്, ഈ സമയത്ത് ആരെയും അങ്ങ് കയറ്റിവിടില്ല, കാണില്ല. എനിക്ക് കൂടുതൽ പരിചയമുള്ളത് കൊണ്ട് തന്നെ അല്പം സ്വാതന്ത്ര്യത്തോടുകൂടെ ഞാൻ ചെന്നപ്പോൾ പ്രാർത്ഥനാ മുറിയിൽ ഇവർ 2 പേരും, ഭാര്യയും ഭർത്താവും കൂടി മുട്ടിന്മേൽ നിന്ന് പ്രാർത്ഥിക്കുകയാണ്. ഞാൻ ചെന്ന് മെല്ലെ തോളി തട്ടിയിട്ട് പറഞ്ഞു, ചേട്ടാ പ്രാർത്ഥന നിർത്തണ്ട, ഞാനും കൂടാം. അങ്ങനെ അവരോടൊപ്പം പ്രാർത്ഥിച്ചു. പോരുമ്പോൾ അവർ പറഞ്ഞു, അച്ഛാ വിവാഹം കഴിഞ്ഞിട്ട് ഇപ്പോൾ 35 വർഷത്തിലേറെയായി ഈ പതിവ് മുടക്കാറില്ല. ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ഐശ്വര്യം, കുടുംബത്തിൻ്റെ അനുഗ്രഹത്തിന് കാരണം ഈ കൈകോർത്ത് പിടിച്ചുള്ള പ്രാർത്ഥനയാണ്. മക്കളൊക്കെ വിവാഹിതരായി, എന്നിട്ടും ഞങ്ങൾ ഈ പ്രാർത്ഥന മുടക്കിയിട്ടില്ല. എന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരെ, ഇവർ സാധാരണക്കാരല്ല. കോടിക്കണക്കിന് സ്വത്തുണ്ടെങ്കിലും ദൈവത്തെ മറക്കാതെ കൈകോർത്ത് പിടിച്ച് പ്രാർത്ഥിക്കുന്ന കുടുംബം. അതാണ് അവരുടെ ഐശ്വര്യം, അതാണ് അവരുടെ ഫാക്ടറിയുടെയും ഒക്കെ ഐശ്വര്യം. മറ്റൊരു വീട്ടിൽ ചെന്നപ്പോൾ ആരെയും കാണുന്നില്ല. വീടിൻ്റെ അകത്ത് ഭയങ്കരമായിട്ടുള്ള പ്രാർത്ഥന നടക്കണേ. അപ്പോൾ ഞാൻ പറഞ്ഞു, ചേട്ടാ, എൻ്റെ കൂടെയുള്ള ചേട്ടന്മാരോടും, ചേട്ടന്മാരെ അവിടെ നിൽക്ക്, ഒരുപക്ഷെ കുടുംബ പ്രാർത്ഥനയായിരിക്കാം, അതുകൊണ്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. 10 മിനിറ്റ് കഴിഞ്ഞിട്ടും നിർത്തണില്ല. ഞങ്ങൾ മെല്ലെ നോക്കിയപ്പോൾ എന്താണ്, ഷാലോം TV തുറന്നു വെച്ച് ജപമാല ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. ചേട്ടൻ ഒറ്റയ്ക്കാണ്. അപ്പോൾ ഇയാൾ എന്താ ചെയ്യുക? ഭാര്യയില്ല, മക്കളില്ല. ഷാലോം TV തുറന്നു വെച്ച് അവരോടൊപ്പം ഇയാളും ഉറക്കെ പ്രാർത്ഥിക്കുകയാണ്. ഞാൻ ചെന്നു, പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ ചെന്നിട്ട്
ഞാൻ ആ ചേട്ടനെ അഭിനന്ദിക്കുകയായിരുന്നു. അദ്ദേഹം പറഞ്ഞു, അച്ഛാ ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയല്ല, ഷാലോൺ ടി വിയിൽ ഈ ജപമാല തുടങ്ങി അന്ന് തുടങ്ങി ഞാൻ ഒറ്റയ്ക്കാണ്. ഞാനിത് ഓൺ ചെയ്ത് ടെലിഫോണും മൊബൈലും കട്ട് ചെയ്ത് ഞാൻ എല്ലാ ദിവസവും തനിച്ച് പ്രാർത്ഥിക്കാൻ പറ്റില്ല അച്ചോ. ഷാലോൺ ടി വിയോടൊപ്പം ഞാൻ കരുണക്കൊന്തയും ചൊല്ലും, ഈ ജപമാലയും ചൊല്ലും. ഐ വാസ് വെരി മച്ച് ഇംപ്രസ്ഡ്. മറ്റൊന്ന് 3 തലമുറയാണ്. ഞങ്ങൾ ഒരുപാട് വീട് സന്ദർശിച്ചുകൊണ്ട് ഈ ഇടയ്ക്കുണ്ടായ വലിയ അനുഭവമാണ്. കാരണവർക്ക് ഒരു 70 വയസ്സ് കാണും, ഭാര്യയുണ്ട്, മക്കൾ, മരുമക്കൾ, പേരക്കിടാങ്ങൾ. ഇവരെല്ലാവരും കൂടി നിന്ന് ജപമാല ചൊല്ലുകയാണ്. അപ്പോൾ ആ കാരണവർ പറഞ്ഞു, അച്ഛാ ഇത് എൻ്റെ അപ്പനും അമ്മയും പഠിപ്പിച്ച ഒരു പൈതൃകമാണ്, അത് ഞങ്ങൾ ഇന്നും തുടരുകയാണ്. ഞാനപ്പോൾ അവരോട് പറഞ്ഞു, ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പറഞ്ഞൊരു കാര്യം ഈ മക്കളും കേട്ടോട്ടെ. ജപമാല ചൊല്ലുമ്പോൾ നമ്മൾ മാതാവിൻ്റെ കൈക്ക് പിടിക്കും, ജപമാല കഴിയുമ്പോൾ മാതാവ് നമ്മുടെ കൈക്ക് പിടിക്കും. അങ്ങനെ അവരെയും കണ്ടു. പിന്നെ ഞാൻ കണ്ടത് ടീച്ചേഴ്സാണ്, 2 റിട്ടയർഡ് ടീച്ചേഴ്സാണ്. അവരും വീട്ടിൽ ചെല്ലുമ്പോൾ കൈകോർത്ത് പിടിച്ചുകൊണ്ട് ജപമാല ചൊല്ലുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വെച്ചത്, നമ്മുടെ എല്ലാ പ്രശ്നത്തിനും പരിഹാരം ജപമാലയാണ്. ജപമാല ജപിക്കുന്നവർ ഒരിക്കലും വീണുപോവില്ല എന്ന് മോൺഫോർട്ട് എന്ന് പറയുന്ന വലിയ വിശുദ്ധൻ പറഞ്ഞു. ഡൊമിനിക് പറഞ്ഞു, ജപമാലയിലൂടെ ചോദിക്കുന്നതെല്ലാം ദൈവം തരുമെന്ന് വിശുദ്ധ ഡൊമിനിക് പറഞ്ഞു. അപ്പോൾ നമ്മുടെ വീട്ടിൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ കുർബാന, കുടുംബ പ്രാർത്ഥന, വചനം വായിക്കണം. അപ്പം 3 ഭക്തിയാണ്: ദിവ്യകാരുണ്യ ഭക്തി, മരിയ ഭക്തി, വചനഭക്തി ഉണ്ടാകണം. 2 ഭാരമെടുത്ത് വലിച്ചെറിയണം. നിന്റെ കുടുംബത്തെ എന്താണ് ഭാരപ്പെടുത്തുന്നത്? അത് ശാരീരികമായ രോഗമാണോ? മാനസികമായ അവസ്ഥയാണോ? എന്താ നിന്റെ ശല്യം? ഭർത്താവിൻ്റെ മദ്യപാനമാണോ? മക്കളുടെ വഴിവിട്ട ജീവിതമാണോ? പ്രണയമാണോ? പലതും നമ്മളെ ശല്യപ്പെടുത്തുന്നുണ്ട്, ഭാരപ്പെടുത്തുന്നുണ്ട്. 2 തരം ഭാരമുണ്ട്. ഒന്ന് ഞാനുണ്ടാക്കിയ ഭാരം, ഒന്ന് മറ്റുള്ളവരുണ്ടാക്കിയ ഭാരം. ഏത് ഭാരമാണ് എടുത്തു കളയാൻ എളുപ്പം? ഞാനുണ്ടാക്കിയ ഭാരമല്ലേ? അതുകൊണ്ട് ചോദിക്കുക, ഞാൻ എന്തെങ്കിലും ഭാരപ്പെടുത്തുന്ന എന്തെങ്കിലും കാര്യം എൻ്റെ കുടുംബത്തിൽ ചെയ്തിട്ടുണ്ടോ? അപ്പനായ, അമ്മയായ, അമ്മായി അമ്മയായ, അമ്മായി അപ്പനായ, മകനായ, മരുമകനായ, മകളായ, മരുമകളായ, മക്കളായ നമ്മൾ എന്തെങ്കിലും ഭാരപ്പെടുത്തുന്ന കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഉപേക്ഷിക്കാൻ സാധിക്കട്ടെ. ഇനി ആരാണ് യോന? ആരാണ് കപ്പിത്താൻ? കപ്പിത്താൻ എന്ന് പറയുന്നത് ആ കപ്പലിനെ നേർവഴിയിലൂടെ തുറമുഖത്തേക്ക് നയിക്കുന്ന അത് ദൈവമാണ്. അത് മാതാപിതാക്കളാവാം, ഒരുപക്ഷെ ഈ വചനം തിരുവചനത്തിൽ പ്രഘോഷിക്കുന്ന ഈ വൈദികനാവാം കപ്പിത്താൻ. ഉറങ്ങുന്ന യോനായെ തട്ടി ഉണർത്തുന്നതാവാം ഈ വചനം തിരുവചനം. യോനായെ തിരിച്ചറിയുവാനുള്ള ഒരു ഉപാധിയാവാം വചനം തിരുവചനം. അപ്പം ചോദിക്കുക, നമ്മുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കണം, എന്താണ് ഭാരപ്പെടുത്തുന്നത്? അടുത്തത് യോന. ആരാണ് യോന? ഇപ്പോൾ എന്നെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ചേച്ചിമാര് സന്തോഷിക്കുന്നുണ്ടാവും. അയ്യോ, ഞാനല്ല യോന, എൻ്റെ ഭർത്താവാണ്, എൻ്റെ മകനാണ്, എൻ്റെ അമ്മായി അപ്പനാണ്. യോനായ്ക്ക് ലിംഗനിർണയം കൊടുത്തുകൂടാ. ആരും ആവാം യോന. യോന എന്ന് പറയുന്നത് ആരാണ്? അത് പുല്ലിംഗവും സ്ത്രീലിംഗവും നപുംസകലിംഗമൊന്നുമില്ല, മറിച്ച് ആരുമാവാം. കുടുംബത്തിൽ അസമാധാനം, അശാന്തി, അസംതൃപ്തി ഒക്കെ സൃഷ്ടിക്കുന്ന ആരും യോനായാകാം. എൻ്റെ ആശ്രമത്തിൽ ഞാൻ ഇവിടെ അസമാധാനം, അസംതൃപ്തി സൃഷ്ടിക്കുന്നുണ്ടെങ്കിൽ ആശ്രമത്തിലെ യോനായാണ് ഞാൻ. നിങ്ങളുടെ കുടുംബത്തിൽ മൂക്കറ്റം മദ്യപിച്ചു വരുന്ന ഭർത്താവ് യോനായാണ്. മക്കള് വഴിവിട്ടു പോകുന്നുണ്ടെങ്കിൽ അവർ യോനായാണ്. ഇന്നലെ വരെയും സമാധാനമുണ്ടായ വീട്ടിൽ വന്നു കയറിയ ആ പെൺകുട്ടി സമാധാനക്കേടുണ്ടാക്കുന്നുണ്ടെങ്കിൽ അവൾ യോനായാണ്. വന്ന് കയറിയ മകളെ മരുമകളായിട്ടും മരുമകളായിട്ടും കാണുന്ന അമ്മായി അമ്മയായി ചമയുന്നവളുണ്ടല്ലോ, അവൾ യോനായാണ്. ആരുമാവാം യോന. അപ്പൊ ചോദിക്കുക, ഞാൻ എൻ്റെ കുടുംബത്തിലെ യോനായാണോ? എങ്കിൽ യോനായ വലിച്ചെറിയണം. യോനായ വലിച്ചെറിയണം. ആര് വലിച്ചെറിയണം? തനിയെ വലിച്ചെറിയണം, തനിയെ ചാടണം. എങ്ങോട്ട്? സമുദ്രത്തിലേക്ക്. ഞാൻ ഉദ്ദേശിച്ച സമുദ്രം എന്ന് പറയുന്നത് അത് കുമ്പസാരക്കൂടാണ്. സമുദ്രം എന്ന് പറയുന്നത് കുമ്പസാരക്കൂടാണ്. ആ കുമ്പസാരക്കൂട്ടിലെ കുമ്പസാരം അത് തിമിംഗലമാണ്. നമ്മുടെ പാപങ്ങൾ ആവാഹിച്ചെടുക്കുന്ന വരപ്രസാദമാണ്. നമുക്ക് കുമ്പസാരം എന്ന കൂദാശയിലേക്ക് വരാം. എന്നിലെ യോനായെ കുമ്പസാരക്കൂടാകുന്ന കടലിലേക്ക് വലിച്ചെറിയുമ്പോൾ
വരപ്രസാദമാകുന്ന തിമിംഗലം എൻ്റെ പാപമെല്ലാം ആവാഹിച്ച് തീരത്തേക്ക് കൊണ്ടുവരും. തീരം എന്ന് പറയുന്നത് വിശുദ്ധ കുർബാനയാണ്. 2-3 ചെറിയ ഇൻസിഡൻറ്റ് ഞാൻ പറയാം. എന്നിലെ യോനായെ സ്നേഹക്കടലാകുന്ന കുമ്പസാരക്കൂട്ടിലേക്ക് വലിച്ചെറിഞ്ഞാൽ മാത്രമേ എൻ്റെ കുടുംബം, എൻ്റെ ജീവിതം രക്ഷപ്പെടുകയുള്ളൂ. പ്രഭാഷകന്റെ പുസ്തകം 23-ാം അധ്യായം 18-ാമത്തെ വചനം എന്താണ്? ജോഷുവ 3:5 എന്താണ്? മക്കളെ, പാപം മറച്ചു വയ്ക്കരുത്, നിങ്ങൾക്ക് ഐശ്വര്യമുണ്ടാവുകയില്ല. നിങ്ങളെ തന്നെ വിശുദ്ധീകരിക്കുക, നാളെ കർത്താവ് അത്ഭുതം പ്രവർത്തിക്കും. ഞാൻ ഓർത്തുപോയത് 2-3 ചെറിയ ഇൻസിഡൻസാണ്. ഒന്ന്, യോനായെ കടലിലേക്ക് എറിയണമെന്ന് പറഞ്ഞപ്പോൾ പ്രായമായ 58 വയസ്സുള്ള ഒരു അമ്മച്ചി ധ്യാനം കൂടിയിട്ട്, അത് കൺവെൻഷനായിരുന്നു, അവർ വീട്ടിലേക്ക് പോയി. പിന്നീട് ആസ്പത്രിയിലായി. അവർ മക്കളെ പറഞ്ഞു വിട്ടു, എനിക്ക് അച്ഛൻ്റെ അടുക്കൽ കുമ്പസാരിക്കണം, കുർബാന സ്വീകരിക്കണം. അങ്ങനെ അവരുടെ അടുക്കലേക്ക് കുർബാനയുമായി ചെന്നു, അവരെ കുമ്പസാരിപ്പിച്ചു. അത് ജീവിതത്തിലെ ഏറ്റവും നല്ല കുമ്പസാരമായിരുന്നു. അവർക്ക് കുർബാന കൊടുത്തിട്ട് പറഞ്ഞു, അമ്മച്ചി നിങ്ങൾ സുഖം പ്രാപിക്കും. 15 ദിവസം കഴിഞ്ഞപ്പോൾ ആസ്പത്രിയിലെ ത്വക്ക് രോഗ വിദഗ്ധൻ ചോദിച്ചു, ഈ അമ്മയുടെ ശരീരം മുഴുവൻ പുഴുത്തിരിക്കുകയായിരുന്നു, നിങ്ങൾ എന്തു മരുന്നാണ് ഈ സ്ത്രീക്ക് കൊടുത്തത്? എന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഷാലോൺ TV പ്രേക്ഷകരെ, നല്ല കുമ്പസാരം, നല്ല കുർബാന സ്വീകരണം അവരിലെ യോനായെ സ്നേഹക്കടലാവുന്ന കുമ്പസാരക്കൂട്ടിലേക്ക് വലിച്ചെറിഞ്ഞപ്പോൾ അവരുടെ അസുഖം അപ്പാടെ മാറി. മറ്റൊരു എഞ്ചിനീയറിന് ഞാൻ പരിചയപ്പെടുത്താം. അദ്ദേഹത്തിൻ്റെ കൈവേദനയാണ്. ഭാര്യ മരിച്ച മുറിയിൽ കയറിയാൽ നീണ്ടു നിൽക്കും ആ വേദന. കാണാത്ത ഡോക്ടേഴ്സില്ല, കയറാത്ത ആസ്പത്രിയില്ല. അങ്ങനെ കുളത്തുവയിൽ അന്ന് വർക്കിയച്ഛനുള്ളപ്പോൾ അയാളെ പറഞ്ഞു വിട്ടു കത്തുമായി. വർക്കിയച്ഛനൊരു വൈദികനെ സ്വീകരിക്കുന്ന പോലെ സ്വീകരിച്ചു. കുമ്പസാരിക്കാറില്ല, വിശ്വാസമില്ലാത്ത ഈ എഞ്ചിനീയർ അവിടെ ചെന്നു. വർക്കിയച്ഛൻ കൗൺസിലിംഗ് നടത്തി, അദ്ദേഹത്തിന് വെളിവാക്കി കൊടുത്തു. ജീവിതത്തിൽ ആദ്യമായി നല്ല കുമ്പസാരം നടത്തി. അദ്ദേഹം മടങ്ങി വന്നു പറഞ്ഞു, അച്ഛാ, എൻ്റെ കൈവേദന പൂർണ്ണമായി മാറിയെന്ന്. അതെ, അയാളിലെ യോനായെ സ്നേഹസാഗരമാകുന്ന കുമ്പസാരക്കൂട്ടിലേക്ക് എന്ന് വലിച്ചെറിയാൻ സാധിച്ചു. അന്ന് അയാളുടെ അസുഖം പൂർണ്ണമായിട്ട് മാറി. അപ്പോൾ എന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരെ, നമ്മുടെ ജീവിതത്തിലെ ജോലി തടസ്സം, വിവാഹ തടസ്സം, മക്കളില്ലാത്ത അവസ്ഥ എല്ലാം മാറണമെങ്കിൽ നമ്മിലെ യോനായെ സ്നേഹക്കടലാവുന്ന കുമ്പസാരക്കൂട്ടിലേക്ക് വലിച്ചെറിയുവാൻ സാധിക്കണം. വീണ്ടും ഞാൻ ഓർത്തുപോയത് ദമ്പതികളുടെ ധ്യാനമാണ്. കുഞ്ഞുങ്ങളില്ല, 5, 10, 20 ഒക്കെ കഴിഞ്ഞു. ദമ്പതികൾ വന്നിട്ട് പറഞ്ഞു, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പ്രാർത്ഥിച്ചപ്പോൾ അബോർഷൻ ചിത്രത്തിലെ ബാക്ക്ഗ്രൗണ്ടാണ് കർണപുടത്തിൽ മാറ്റലിക്കൊള്ളുന്നത്. രഹസ്യമായി ചോദിച്ചു, എന്തെങ്കിലും അരുതാത്ത ചെയ്തിട്ടുണ്ടോ? ഇല്ലെന്ന് നുണ പറഞ്ഞു. പിന്നീട് 6-7 വർഷം കഴിഞ്ഞപ്പോൾ കുഞ്ഞുമായി ഒരു ധ്യാനത്തിൽ കണ്ടപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞു, അന്ന് അച്ഛനോട് നുണ പറയുകയായിരുന്നു. പിന്നീട് എന്ന് ഞാൻ നല്ല കുമ്പസാരം നടത്തിയോ അപ്പോൾ കർത്താവ് എനിക്ക് കുഞ്ഞിനെ തന്ന് അനുഗ്രഹിച്ചു. ആസ്പത്രിയിൽ ഒരു ഹെഡ് നേഴ്സിനെ പരിചയപ്പെടുത്താം. 3 ആൺമക്കളുണ്ട്. ശാരീരികമായി ഒരു കുറവുമില്ല. കല്യാണം കഴിച്ചിട്ട് 5, 10, 16 വർഷം കഴിഞ്ഞിട്ട് കുഞ്ഞുങ്ങളില്ല. കാരണം ഇവർ ശസ്ത്രക്രിയയ്ക്ക് കൂട്ടുനിൽക്കുന്ന, സഹായിക്കുന്ന ഒരു നേഴ്സാണ്. അതായത് വളരെ ഗൗരവമുള്ള ശസ്ത്രക്രിയകളാണ്. അത് കത്തോലിക്ക സഭയെ സംബന്ധിച്ചിടത്തോളം മാരകമായിട്ടുള്ള പാപം കൂടിയാണ്. എന്നിട്ട് പണത്തിന് വേണ്ടി ലാഘവത്തോടെ കൂട്ടുനിൽക്കുന്ന ഈ സഹോദരിക്ക് ഒരു പ്രിക്ക് ഓഫ് കോൺഷ്യൻസുമില്ല. അവരെ വിളിച്ചിരുത്തി അവർ ചെയ്തു കൂട്ടിയ അകൃത്യങ്ങളെല്ലാം പറഞ്ഞപ്പോൾ ഒരു കൊച്ചുകുട്ടിയെപ്പോലെ വലിയ വായിൽ അവർക്ക് അറിയുകയായിരുന്നു. ഒടുവിൽ അവരെന്ന് ആന്തരിക സൗഖ്യധ്യാനം കൂടി കുമ്പസാരിച്ചോ, അവരിലെ യോനായെ കടലിലേക്ക് എറിഞ്ഞോ, അന്ന് അവരുടെ 3 മക്കൾക്കും കുഞ്ഞുങ്ങളുണ്ടായി. വൈൻഡപ്പ് ചെയ്തോട്ടെ, എന്നിലെ യോനായെ സ്നേഹക്കടലിലേക്ക് വലിച്ചെറിയണം. അപ്പോൾ കർത്താവ് വരപ്രസാദമാകുന്ന തിമിംഗലത്താൽ നമ്മളെ ആവാഹിച്ച് സ്നേഹതീരമാകുന്ന കുർബാനയിലേക്ക് കൊണ്ടുവരും. ആ കുർബാന സ്വീകരിച്ച് നമ്മുടെ ജീവിതമാവുന്ന കപ്പലിൽ കയറി മുന്നോട്ട് തുഴഞ്ഞു നിത്യത്തിലേക്ക് പോകുവാൻ ഈ വചനം, തിരുവചന ചിന്ത നിങ്ങളെ നയിക്കട്ടെ. നമ്മൾ കേട്ട കാര്യങ്ങൾ ഒന്ന് ക്രോഡീകരിക്കാം. സുപരിചിതമാണ് യോനായുടെ കഥ, അപരിചിതമാണ് എന്നിലെ യോനായുടെ അവസ്ഥ. എൻ്റെ ജീവിതം ഒരു കപ്പലാണ്, ഒരു പാക്കപ്പലാണ്. മനസ്സ് സമുദ്രമാണ്, അക്കരെ സ്വർഗരാജ്യമാണ്. ചോദിക്കുക പ്രിയപ്പെട്ടവരെ, എൻ്റെ കപ്പൽ അപകടത്തിലാണോ? എന്നിട്ട് നീ എന്താ ചെയ്തത്? നീ പ്രാർത്ഥിക്കാറുണ്ടോ? കുർബാനയുണ്ടോ? കുടുംബ പ്രാർത്ഥനയുണ്ടോ? വചനമുണ്ടോ? വീണ്ടും ഈ ഭാരപ്പെടുത്തുന്നത് എന്താണ്?
അത് നീ ഉണ്ടാക്കിയതാണോ അല്ലെ മറ്റുള്ളവരിൽ നിന്നുള്ള ഭാരമാണോ? ആരാണ് യോന? നീയാണോ യോന? എങ്കിൽ വചനം തിരുവചനം കേട്ട നീ ഇന്ന് തന്നെ പോയി നല്ല കുമ്പസാരം നടത്തിയാൽ നിന്റെ കുടുംബമാകുന്ന തോണി രക്ഷപ്പെടും. നിനക്ക് തുഴഞ്ഞു നിത്യതയിലേക്ക് പോകുവാൻ സാധിക്കും. അതിന് ഈ വചനം തിരുവചന ചിന്ത നിന്നെ നയിക്കട്ടെ, നവീകരിക്കട്ടെ, നല്ല കുമ്പസാരം നടത്തുവാൻ ഉപകാരപ്പെടട്ടെ എന്ന് ആശംസിക്കുന്നു. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ.